ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അതായത് PSC മെയിൽ നടത്തേണ്ട എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് സെപ്റ്റംബറിലാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ക്രാഷ് കോഴ്സ് 1 മന്ത് ക്രാഷ് കോഴ്സ് നടന്നു വരികയാണ്. അതിൽ ജോയിൻ ആവാത്തവർ ജോയിൻ ആവുക. നമ്മുടെ ടെലഗ്രാമിലാണ് നമ്മുടെ ക്രാഷ് കോഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ താഴത്തെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ 6ാമത്തെ ക്ലാസ്സാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന് നമ്മൾ സിലബസ് വൈസ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. മാഗ്നറ്റിസം. എന്താണ് ഒരു മാഗ്നറ്റ് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് എ മാഗ്നറ്റ്? നമ്മൾ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ടേംസ് നിങ്ങൾക്ക് സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു മാഗ്നറ്റ് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് എ മാഗ്നറ്റ്? മാഗ്നറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഹാവിങ് ദ പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് അയൺ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. അതായത് എന്താണ്, ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരങ്ങളെയോ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അയണോ അയണിൻ്റെ അലോയ്സിനെയോ എന്ത് ചെയ്യാൻ, അത് എന്താണ്, ആകർഷിക്കാൻ കഴിവുള്ള ആ ഒരു പദാർത്ഥത്തിനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് സബ്സ്റ്റൻസ് ദാറ്റ് അട്രാക്ട്സ് പീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഈസ് കോൾഡ് എ മാഗ്നറ്റ്. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു മാഗ്നറ്റിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീനെ, അത് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയലിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിസം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഒരു മാഗ്നറ്റിസം എന്ന് വെച്ചാൽ? ഇപ്പോൾ മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് അട്രാക്ട് എ പീസ് ഓഫ് അയണോ സ്റ്റീലോ അല്ലെങ്കിൽ ഇറ്റ്സ് അലോയ്സ്, അതിനെ നമ്മൾ മാഗ്നറ്റ് എന്ന് പറയും. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ടൈപ്സ് ഓഫ് മാഗ്നറ്റ് നോക്കാം. മെയിൻലി 2 ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ആണുള്ളത്, നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് എന്താണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങൾ. ഈ ഒരു പദാർത്ഥത്തിന് ഇരുമ്പിനെ അട്രാക്ട് ചെയ്യാൻ കഴിവാണ്. മനസ്സിലായത്? അതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പദാർത്ഥങ്ങൾക്ക് എന്താണ്, ഇരുമ്പ് പോലുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ലോഡ് സ്റ്റോൺ എന്ന് പറയും. ലോഡ് സ്റ്റോൺ ഇതിൻ്റെ എക്സാമ്പിളാണ് ലോഡ് സ്റ്റോൺ. ഓക്കെ, അടുത്ത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുന്നില്ല. അതായത് എന്താണ്, കൃത്രിമമായി ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റും ഉണ്ട്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് 2 ടൈപ്സ് ഉണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ടെമ്പററി മാഗ്നറ്റ് വേറൊരു പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് നോക്കാം. അതായത് ഹാർഡൻഡ് സ്റ്റീൽ ആൻഡ് സെർട്ടൈൻ മാഗ്നറ്റിക് അലോയ്സ് വെൻ മാഗ്നറ്റൈസ്ഡ് റീറ്റെയിൻ ദെയർ മാഗ്നറ്റിസം ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ചില മെറ്റീരിയൽസ് ഉപയോഗിച്ച്, സ്റ്റീലോ കൊബാൾട്ടോ അൽനിക്കോ അല്ലെങ്കിൽ ടങ്സ്റ്റണോ അങ്ങനത്തെ ചില മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. ചില മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുക, ആ ഒരു മാഗ്നറ്റിസം അവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് വീണ്ടും അതിനെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് പ്രത്യേകത. മനസ്സിലായോ? ചില മെറ്റീരിയൽസായ സ്റ്റീലോ കൊബാൾട്ടോ അൽനിക്കോ ടങ്സ്റ്റൺ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനെന്താണ്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ മെറ്റീരിയലിന് മാഗ്നറ്റിസം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ പേര് വെച്ച് നമുക്ക് പറയാം, പെർമനൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ്, അതിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. ഇപ്പോൾ എന്താ, നമ്മൾ സിവിയർ ആയിട്ട് അതിനെ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ഇയർഫോൺസ്, മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കറിലൊക്കെയാണ് നമ്മൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത 2ാമത്തെ ടൈപ്പാണ് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. അതെന്ന് വെച്ചാൽ എന്താണ്, അയൺ ഓർ സോഫ്റ്റ് സ്റ്റീൽ വിൽ റീറ്റെയിൻ മാഗ്നറ്റിസം സോ ലോങ് ആസ് ദി മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതായത് ടെമ്പററി മാഗ്നറ്റ് എന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ് അയൺ പീസ് എടുക്കാമെന്ന് വിചാരിച്ചോ. ആ ഒരു സോഫ്റ്റ് അയൺ പീസിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു കോയിൽ ഇങ്ങനെ ചുറ്റുകയാണ്. അത് കോപ്പർ കൊണ്ടുള്ള കോയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യില്ല, അതിലോട്ട് ഞാൻ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടു. അന്നേരം എന്ത് പറ്റും, ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ എന്തോ ഈ സോഫ്റ്റ് അയൺ പീസ് എന്തായി മാറും, ഒരു മാഗ്നറ്റായി മാറും അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ ടെമ്പററി, തൽക്കാലത്തേക്ക് വേണ്ടി ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് എത്ര സമയമാണോ ആ ഇലക്ട്രിസിറ്റി ആ
പാസ് ചെയ്ത് അത്രയും ടൈം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിൽ ആ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായി? ഇലക്ട്രിസിറ്റി പോകുമ്പോൾ അതിൻ്റെ ആ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി ലൂസ് ചെയ്യും. അതാണ് പറയുക, അതാണ് നമ്മുടെ ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്, താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ എന്താണ് കണ്ടോ, വൺസ് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, അതിൻ്റെ ആ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി നഷ്ടമായി പോകും. ഇത് ആ ഒരു മാഗ്നറ്റിനെയാണ് അങ്ങനത്തെ മാഗ്നറ്റിനെ നമ്മൾ എന്തോ പറയുന്നത്, ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. നാച്ചുറൽ മാഗ്നറ്റും ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നത്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും ഉണ്ട്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് വരുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റും. പിന്നെ എന്താണ് പഠിച്ചു? ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മാഗ്നറ്റുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ്. എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ? വാട്ട്സ് എ മാഗ്നറ്റിക് ഫീൽഡ്? സ്പേസ് എറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി മാഗ്നറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റും ആ മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മളെന്താ പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടോ, ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു മാഗ്നറ്റിന് ചുറ്റും ആ ഒരു മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എപ്പോഴും ഒരു മാഗ്നറ്റിന് ചുറ്റുമാണ് അത് അനുഭവപ്പെടുന്നത്. നമ്മൾ എക്സാമ്പിൾ നമുക്ക് പറയാം, കാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കാന്തം എടുക്കാൻ എന്ത് പറ്റും? ഒരു കാന്തം എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു കാന്തം എടുത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ കാന്തത്തിൽ എന്ത് ചെയ്യും, ഒരു കാന്തിക വസ്തു എന്ത് ചെയ്യും, അട്രാക്റ്റ് അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അതൊരു പർട്ടിക്കുലർ ഏരിയ ഉള്ളൂ അല്ലേ? കുറച്ച് നമ്മൾ അകറ്റി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അത് എന്ത് ചെയ്യും, അത് അട്രാക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുമോ? ഇല്ല. അതാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും ആ മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് നോക്കാം, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ്സ് എ ഇമാജിനറി ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. നമുക്കറിയാം ഒരു മാഗ്നറ്റ് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരു മാഗ്നറ്റിനെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ കണ്ടോ, നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ തന്നെ അത് എൻഡ് ചെയ്യുന്ന ആ ഒരു ഇമാജിനറി, ഒരു സാങ്കല്പിക വരകളെന്ന് പറയും, ഒരു ഇമാജിനറി ലൈൻസിനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കാണാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിൻ്റെ പുറത്താണെങ്കിൽ, അതായത് ഔട്ട് സൈഡ് ആണെങ്കിൽ അത് എപ്പോഴും എങ്ങനെയാണ്, ഔട്ട് സൈഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോകുന്നത്. അത് ഓർത്തോണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ പുറത്താണെങ്കിൽ, ഔട്ട് സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇൻസൈഡ് ആണെങ്കിൽ, ആ മാഗ്നറ്റിൻ്റെ അകത്താണെങ്കിൽ അതെന്ത് ചെയ്യും, സൗത്തിൽ തിരിച്ചു വരും. മാഗ്നറ്റിൻ്റെ അകത്താണെങ്കിൽ എങ്ങനെയാണ്, സൗത്തിൽ നിന്നും നോർത്തിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. അത് ഓർത്ത് വെച്ചോണം, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യണ്ടോ, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് എപ്പോഴും ഇത് ഫോം ചെയ്യാൻ നോക്കും. പിന്നെ ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? അതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? അതിൻ്റെ ഡയറക്ഷൻ ഔട്ട് സൈഡ് ആണെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, ഇൻസൈഡ് ആണെങ്കിൽ എന്ന ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട്. പിന്നെ എന്താണ്, ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്താണ്, എപ്പോഴും ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോ ചെയ്യും. പിന്നെ എന്താണ്, ഇത് ഒരിക്കലും മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മോണോപോൾ എന്ന് വെച്ചാൽ ഒറ്റ പോളായിട്ട് ഇത് ഒരിക്കലും നിലനിർത്തത്തില്ല. എപ്പോഴും എന്താണ്, നോർത്ത് പോളും സൗത്ത് പോളും ആയിട്ട് അത് നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, അടുത്തോട് പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്? എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഫീൽഡ് ലൈൻസ് എറൗണ്ട് എ മാഗ്നറ്റ്. മനസ്സിലായോ? അതായത് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ടു ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് ഫീൽഡ് വി ജനറലി യൂസ് ദ ടേം മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതായത് ഒന്നുമില്ല, ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തുമാത്രം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ 5. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇമ്പോർട്ടൻറ്റ് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് വെബ്. 1 വെബ്
വെബർ എന്ന് പറയുന്നത് 108 അല്ല കേട്ടോ, 10⁸ ആണ്. 1 വെബർ എന്ന് പറയുന്നത് 10⁸ ലൈൻസ് ഓർ മാക്സ്വെൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു, മാഗ്നറ്റിക് ഫ്ലക്സും പഠിച്ചു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് പറയാൻ വന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ഇറ്റ് ഇസ് ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ട് അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ട്. അതിനൊരു ഫോർമുലയുണ്ട്, ബി ഈക്വൽ ടു എന്താണ്, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയിൽ. അപ്പോൾ 5/A. മനസ്സിലായല്ലോ. 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻ വെബേഴ്സിൽ, ഏരിയ ഇൻ മീറ്റർ. അപ്പോൾ അതിന് യൂണിറ്റ് എന്തായി മാറി? യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് ടെസ്ല എന്ന് വേണമെങ്കിലും പറയാം. എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ ഓർ ടെസ്ല. ഓക്കെ, അടുത്ത് നോക്കാം. എന്താണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ? എന്താണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? അതേ സെയിം ആണ് എന്തോ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടും വരുന്നത്. ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ഇലക്ട്രിക് കറണ്ടാണ് എന്തോന്ന് പറയുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട്. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് നമ്മൾ എന്തോ പറയുന്നത്? മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കി, ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ട്, ഇതൊരു മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് പാത്ത്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ള ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തെന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. എന്താണ് MMF അല്ലെങ്കിൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. എന്താണ് MMF എന്ന് വെച്ചാൽ? നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ആ സെയിം ഡെഫിനേഷനാണ് വരുന്നത് ഇവിടെ മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ അല്ലേ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് കറണ്ട് ഫ്ലോ. അതുപോലെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ മാഗ്നറ്റിക് കൗണ്ടർ പാർട്ട് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. EMF പോലത്തെ വേറൊരു മാഗ്നറ്റിക് EMF ഇലക്ട്രിക് സർക്യൂട്ട്, അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നതാണ് MMF എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്? ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ നമ്മൾ എന്താണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ്സ് ദ ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്. ഇറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ദ കറണ്ട്. മനസ്സിലായോ? MMFൻ്റെ ഫോർമുലയാണ് NI എന്ന് പറയും. MMF ഈക്വൾ ടു NI. അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. MMF ഈക്വൾ ടു N ഇൻറ്റു I. N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറയുമ്പോൾ കറണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് ആണ് യൂണിറ്റ്. NI ആംബിയർ ടേൺസ് ആണ് യൂണിറ്റ്. മനസ്സിലായല്ലോ. നമ്മുടെ MMFൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ്. MMF കൂടുതലാണെങ്കിൽ എന്താണ്? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ദ ഗ്രേറ്റർ ദി MMF ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട് ദ ഗ്രേറ്റർ ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. മനസ്സിലായോ? MMF കൂടുതലാണെങ്കിൽ ഫ്ലക്സും എന്തായിരിക്കും? കൂടുതലായിരിക്കും. MMF കുറവാണെങ്കിൽ ഫ്ലക്സും അവിടെ കുറവായിരിക്കും. അപ്പോൾ MMF എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സിനെയാണ് MMF എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ആണ്, ഓർത്തോണേ. എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ഈക്വൾ ടു എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ എന്താണ്? യൂണിറ്റ് ലെങ്ത് L. നമ്മൾ MMFൻ്റെ ഒരു ഫോർമുല ഇപ്പം പഠിച്ചു എന്താണ്? NI എന്ന് പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? NI/L എന്ന് എഴുതി കൂടെ എഴുതാമല്ലോ. അപ്പോൾ H മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? MMF പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെങ്കിൽ എന്താണ്? NI/L. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വേറൊരു പേര് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അനദർ നെയിം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? മാഗ്നറ്റൈസിങ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? H ഈക്വൾ ടു MMF/I. അതായത് NI MMF നമ്മൾ പറഞ്ഞു എന്താണ്? N ഇൻറ്റു I എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് പെർ മീറ്റർ. അടുത്തൊരു റിലേഷനുണ്ട്. നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും H തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. എന്താണ് റിലേഷൻ? നമ്മൾ പഠിച്ചു. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? നമ്മൾ പഠിച്ചു B കൊണ്ട് ഡിനോട്ട് ചെയ്ത് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. H എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ്? ദ ഫ്ലക്സ് ഡെൻസിറ്റി B പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ.
ഒരു ബി എന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സിന് പ്രൊപ്പോർഷനാണ്. ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എച്ച്. അതായത് നമ്മുടെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ റിമൂവ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, ബി താഴോട്ട് കൊണ്ട് നമുക്ക് എഴുതാം ബി ബൈ എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കൊടുക്കാം. കോൺസ്റ്റന്റ് മ്യൂ പെർമിബിലിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ബി ബൈ എച്ച് ഈക്വൽ ടു എന്താണ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, എന്താണ് മ്യൂ. ഇതും ഓർത്ത് വെച്ചിരിക്കാം. ഇത് റിലേറ്റ് ചെയ്തും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ നമ്മൾ റിലേഷൻ. അതായത് ബി കൂടുമ്പോൾ എന്തും കൂടും, എച്ചും കൂടും. അതുപോലെ ബി കുറയുമ്പോൾ എച്ചും കുറയും. അടുത്തോട് പഠിക്കാൻ പോകുന്നത് പെർമിറ്റിവിറ്റി. എന്താണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്താണ് പെർമിബിലിറ്റി എന്ന് വെച്ചാൽ, വാട്ട്സ് ഇറ്റ് പെർമിബിലിറ്റി? പെർമിബിലിറ്റി എന്ന് വെച്ചാൽ മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യില്ല. എന്താണ് പെർമിബിലിറ്റി എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ടു ക്യാരി ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് പെർമിബിലിറ്റി എന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മെറ്റീരിയലിൽ കൂടി കടത്തിവിടാനുള്ള ഒരു കഴിവിനെ, അതായത് മനസ്സിലായോ, എബിലിറ്റി ഒരു കഴിവിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അത് ഒരു മെറ്റീരിയലിൽ പെർമിബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എന്തുണ്ട്, ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ കടത്തിവിടാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറയണം ആ ഒരു മെറ്റീരിയലിന് പെർമിബിലിറ്റി ഭയങ്കര കൂടുതലാണ് എന്ന് വെച്ചാൽ എന്താണ്, ആ മെറ്റീരിയലിന് ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള ഒരു കഴിവുണ്ട്. മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പോൾ പഠിച്ചു അതിന് എന്താണ് റേഷ്യോ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ടു മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് എന്ന് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്താണ് യൂണിറ്റ്, ഹെൻറി പെർ മീറ്റർ ആണ്. ഹെൻറി പെർ മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് യൂണിറ്റ്. അപ്പോൾ ഒരു ഫ്രീ സ്പേസ്, പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ ഓർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഒരു എയറോ ഒരു വാക്യൂത്തിലോ, ഈ എയറോ വാക്യൂത്തിലൊന്നും ഈ പെർമിബിലിറ്റി ഇല്ല. പെർമിബിലിറ്റി ഭയങ്കര പൂവറാണ്. പൂവർ പെർമിബിലിറ്റി എന്ന് പറയാം. അതായത് മ്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ്, പെർമിബിലിറ്റി ഓർ ഫ്രീ സ്പേസ് ഓൺ ഫ്രീ സ്പേസ് ഓർ വാക്യൂം ഓർ എയർ. എൻ്റെ ഇക്വേഷൻ അതിനൊരു ഇതുണ്ട്, കാണാൻ പഠിച്ചു വയ്ക്കുക. മ്യൂ സീറോ ഈക്വൽ ടു 4π × 10⁻⁻⁷. എന്താണ്, അപ്പോൾ നമുക്ക് മ്യൂ സീറോ നമുക്ക് എന്താ പറയാം, പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയാം, അല്ലെങ്കിൽ വാക്യൂം എന്ന് എയർ എന്നൊക്കെ പറയാം. മ്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മനസ്സിലായോ. അപ്പോൾ മ്യൂ എന്ന് വെച്ചാൽ പെർമിയബിലിറ്റി, മ്യൂ സീറോ എന്താണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ ഓർ എനി നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അതിലൊരു വാല്യൂ ഉണ്ട് 4π × 10⁻⁷. മനസ്സിലായല്ലോ. അടുത്ത് പഠിക്കാൻ പോകുന്ന റിലേറ്റീവ് പെർമിബിലിറ്റി. എന്താണ് ഒരു റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് വെച്ചാൽ, എന്താണ് റിലേറ്റീവ് പെർമിബിലിറ്റി? അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതെന്ന് വെച്ചാൽ എന്താണ്, ഒരു മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി ഡിവൈഡഡ് ബൈ എയറിൻ്റെയോ വാക്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയോ പെർമിബിലിറ്റി. മനസ്സിലായോ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ ബൈ മ്യൂ സീറോ എന്ന് എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം, മ്യൂ ബൈ മ്യൂ സീറോ. റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് വെച്ചാൽ മ്യൂ ബൈ മ്യൂ സീറോ. മ്യൂ എന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്, എയറിൻ്റെ അല്ലെങ്കിൽ വാക്യൂത്തിൻ്റെ പെർമിബിലിറ്റി. മനസ്സിലായല്ലോ. റേഷ്യോ ഓഫ് മ്യൂ ബൈ മ്യൂ ആർ ആണ് റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത്? അപ്പോൾ എന്തോ ആയിരിക്കും, നമുക്കറിയാം എയറിൻ്റെ പെർമിബിലിറ്റി എന്താണ്, ഇവിടുത്തെ മെറ്റീരിയൽ എന്താണ്, എയർ അല്ലേ. അപ്പം റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ബൈ മ്യൂ സീറോ ആണ്. അപ്പം നമ്മുടെ എയറിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി കാണാൻ വേണ്ടി എന്ത് ചെയ്യാം, മ്യൂ ബൈ മ്യൂ സീറോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ പെർമിബിലിറ്റി മെറ്റീരിയൽ എയർ ആണ്. അപ്പോൾ മ്യൂവിൻ്റെ അവിടെ എന്തോ വരും, മ്യൂ സീറോ വരും. ഓൾറെഡി പിന്നെ നമ്മൾ ഡിവൈഡ് ബൈ പെർമിബിലിറ്റി ഓഫ് എയർ അല്ലേ. അപ്പോൾ ഈ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. കാരണം ഇവിടുത്തെ മെറ്റീരിയൽ എന്താണ്, എയർ ആണ്. ഓക്കെ, അതുകൊണ്ട് ഓർത്തോണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എഴുതിയത്. നമുക്കറിയാം എയറോ വാക്വം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പൂവർ കണ്ടക്ടറാണ്. അതിന് വാല്യൂ എപ്പോഴും ഓർത്തിരിക്കുക, 4π × 10⁻⁻⁷ ആണ്. നമ്മൾ പറഞ്ഞു മ്യൂ ബൈ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ബൈ മ്യൂ സീറോ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആബ്സല്യൂട്ട് ഓർ ആക്ച്വൽ പെർമിബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. മ്യൂ സീറോ എന്ന് പറയുമ്പോൾ എന്താണ്, ആബ്സല്യൂട്ട് പെർമിബിലിറ്റി ഓഫ് എയർ ഓർ വാക്യൂം ആണ്. മ്യൂ ആർ റിലേറ്റീവ് പെർമിബിലിറ്റി. ഓക്കെ, നമ്മുടെ മ്യൂ ആർ ഒരു അപ്പോൾ ഓർത്തോണം, റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് ഓൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസും അല്ലെങ്കിൽ എയറോ വാക്കോ ഇതിലെല്ലാം നമ്മുടെ വാല്യൂ തന്നെ എന്താണ്, 1 ആണ്. അത് MCQ ചോദിച്ചിട്ടുണ്ട്, 1 ആണ്, ഓർത്ത് വെച്ചോണം. അടുത്തോടെ പഠിക്കാൻ പോകുന്നത് റിലക്റ്റൻസ്. എന്താണ് റിലക്റ്റൻസ് എന്ന് വെച്ചാൽ,
റിലക്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ ഒരു റെസിസ്റ്റൻസ് പോലെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ഒപ്പോസിഷൻ ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് ടു സെറ്റിംഗ് അപ്പ് ഓഫ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇറ്റ്. അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ? എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇറ്റ്സ് ദ ഒപ്പോസിഷൻ, അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽ ടു എന്തെന്ന് പഠിച്ചു? ബി ഈക്വൽ ടു 5/A പഠിച്ചു ആണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്തു? 5 ഈക്വൽ ടു BA എന്ന് എഴുതി. അതുപോലെ നമുക്കറിയാം മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എഫ് ഫോഴ്സ് ഡിനോട്ട് ചെയ്യാം ഈക്വൽ ടു നമ്മൾ H × L എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, അതുപോലെ നമ്മൾ ബിയും H നമ്മൾ റിലേഷൻ പഠിച്ചില്ലേ? ബി ഈക്വൽ ടു എന്താണ്? മ്യൂ H എന്നുള്ള റിലേഷൻ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 5/F, അതായത് ഫ്ലക്സ് ബൈ MMF എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? BA/HL എന്ന് കിട്ടുമല്ലോ. ബിയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? μH, അല്ലെ μ0 μR H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ ഇവിടുത്തെ Hഉം ക്യാൻസൽ ചെയ്ത് പോകും. അതായത് നമുക്ക് എന്ത് കിട്ടും? μ0 μR/L എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണേ. നമുക്ക് എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 5 ഈക്വൽ ടു എന്താണ്? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 ഈക്വൽ ടു μ0 μR/A/L × F എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഈക്വൽ ടു F/L μ0 μR/A. ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് എന്ത് പറയാം? L/μ0 μR/A നമുക്ക് എന്ത് പറയാം? റിലക്റ്റൻസ് എന്ന് പറയാം. റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയാം. മനസ്സിലായി? ഇതാണ് നമ്മുടെ റിലക്റ്റൻസിൻ്റെ ഫോർമുല. റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എന്താണ്? L/μ0 μR/A. ഇതാണ് നമ്മുടെ എക്സിൻ്റെ റിലക്റ്റൻസിൻ്റെ ഫോർമുല. L ലെങ്താണ്, μ0 പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, μR റിലേറ്റീവ് പെർമിബിലിറ്റി. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് റിലക്റ്റൻസ് എന്ന് വെച്ചാൽ? റിലക്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ഒപ്പോസിഷൻ ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് ടു സെറ്റിംഗ് അപ്പ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. എസ് ഈക്വൽ ടു 1/μ0 μR/A. അത് ഓർത്തിരിക്കുക ഫോർമുല. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷനാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദോസ് സബ്സ്റ്റൻസ് വിച്ച് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിന് വളരെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ, അലോയ്സ്. അത് പഠിച്ചോണം എക്സാമ്പിൾസ്. അടുത്ത രണ്ടാമത്തെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതെന്ന് വെച്ചാൽ എന്താണ്? സബ്സ്റ്റൻസ് വെച്ച് സ്ലൈറ്റ്ലി അട്രാക്ട് ബൈ മാഗ്നറ്റ്. കുറച്ച് സ്ലൈറ്റ്ലി മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? അട്രാക്ട് ചെയ്യത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് അലുമിനിയം, മാഗ്നീസ്, പ്ലാറ്റിനം, കോപ്പർ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദോസ് സബ്സ്റ്റൻസ് വിച്ച് ആർ സ്ലൈറ്റ്ലി റെപ്പൽഡ് ബൈ മാഗ്നറ്റ് ആണ്, ഓഫ് പവർഫുൾ സ്ട്രെങ്ത് ഓൺലി. അതിനെ പറയുന്നതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ് എക്സെട്ര. ഇതൊക്കെയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിൾ. ബിസ്മത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്ട്രോങ്ങസ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ വാട്ടർ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. എയർ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇതൊക്കെ ഓർത്തോണം. ഇതൊക്കെ MCQയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും നമ്മൾ കമ്പാരിസൺ നോക്കാം. നമ്മളറിയാം മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ആണ്, ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ആണ്. ഫ്ലക്സ് ഈക്വൾ ടു MMF ബൈ റിലക്റ്റൻസ്. അവിടെയാണെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ഈക്വൾ ടു EMF ബൈ റെസിസ്റ്റൻസ്. അല്ലേ, MMF മാഗ്നറ്റിക് സർക്യൂട്ടിൽ, ഇലക്ട്രിക് സർക്യൂട്ടിലാണ് EMF. മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സ്, ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ഇവിടെ എങ്ങനെ പറയും? കറണ്ട് ഡെൻസിറ്റി. റിലക്റ്റൻസ് ആണ് ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ്. പെർമിയൻസ് 1/, റിലക്റ്റൻസിനെ പറഞ്ഞ പേരാണ് പെർമിയൻസ്. അതുകൊണ്ട് ഓർത്തോണം 1/, റിലക്റ്റൻസ് ആണ് പെർമിയൻസ് എന്ന് പറയും. അതുപോലെ തന്നെ 1/, റെസിസ്റ്റൻസ് എന്നാണ് കണ്ടക്റ്റൻസ്. അതുപോലെ 1/, റിലക്റ്റിവിറ്റി എന്ന് പറയുന്നത് പെർമിയബിലിറ്റി. അതുപോലെ 1/, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഓർത്തിരുന്നോണം, കമ്പാരിസണും കൂടെ ഓർത്തിരുന്നോണം. അപ്പം താങ്ക് യു. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിസം എന്ന ആ ഒരു പോർഷൻ അത്രയും കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് വൈസിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മുടെ ടെലഗ്രാമിൽ ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രാഷ് കോഴ്സ് അവിടെ ക്രാഷ് കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് ഇടണമെങ്കിൽ കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.